ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് റൊമാൻറ്റിക് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാൻ ഈ വീഡിയോ ഫയൽ വയ്ക്കുന്നില്ല. ഞാൻ ഫയൽ ചൂസ് ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഫയൽ ആയിട്ട് വെക്കുന്നതായിരിക്കും. ഈ വീഡിയോ ചിലർ ഞാൻ കമൻറ്റിൽ കണ്ടു, ഫയൽ റീഡിംഗ് അല്ല ജനറൽ റീഡിംഗ് ഇഷ്ടമുള്ളവരുണ്ട് എന്ന് ഞാൻ കമൻസിൽ കണ്ടു. അങ്ങനെയുള്ളവർക്കാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഹലോ, നമുക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നതെന്ന് നോക്കാം. കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് മെസ്സേജസ് ആണ് കാർഡുകൾ ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കാർഡുകൾ ഓരോന്നായി എന്ത് മെസ്സേജസ് ആണ് തരുന്നത് എന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ രണ്ട് എനർജീസിനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു സെറ്റ് ഓഫ് ആളുകളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷനിലായിരിക്കും. പിന്നെ നിങ്ങൾ നല്ല ദൈവവിശ്വാസികളായിരിക്കും. ഇത്തരമൊരു ടോക്സിക് റിലേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അങ്ങനെ ടോക്സിക്കായിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ അനുവദിക്കില്ല. മനസ്സിലാക്കുക, നിങ്ങളുടെ അത്തരമുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്ത് തരം സാഹചര്യമായാലും മനുഷ്യരായാലും നിങ്ങളുടെ ആ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി അത് നമ്മളുടെ ലൈഫിൽ അങ്ങനെയുള്ള നെഗറ്റിവിറ്റീസിനെ നിർത്തില്ല. അങ്ങനെ നമുക്ക് നല്ലതല്ലാത്തതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അത് അങ്ങനെ ചില മനുഷ്യർ അങ്ങനെ കൊഴിഞ്ഞു പോയ വേദനയിൽ, മനുഷ്യർ വിട്ടുപോയ വേദനയിൽ ഒരു കൂട്ടം ആളുകൾ വേദനിക്കുന്നതായി കാണുന്നുണ്ട്. ആ വേദനയിൽ നിന്ന് മുന്നോട്ട് ഒരു ഹീലിംഗ് നടക്കുന്നതായും ഇപ്പോൾ ചിലർക്ക് ഹീലിംഗ് പർപ്പസിലൂടെയും കടന്നു പോകുന്നതായും കാണുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ലെസ് കോണ്ടാക്റ്റാണ്. നിങ്ങളുമായി ഇപ്പോൾ എന്തോ ചെറിയ പിണക്കമൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങളുടെ സോൾമേറ്റ് എനർജിയാണ് ഒരു ഗ്രൂപ്പിൻ്റെ എന്ന് പറയുമ്പോൾ. ഈ സോൾമേറ്റ് എനർജി തീർച്ചയായും നിങ്ങൾക്ക് ഈ ബന്ധം നഷ്ടപ്പെടില്ല. കാരണം ഇത് ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണ്, ചെറിയ പിണക്കങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് ഉടൻ തന്നെ ഒരു സ്വീറ്റ് മെസ്സേജ് കോൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, നിങ്ങളുടെ യൂണിയൻ, നിങ്ങളുടെ ഒരു ബന്ധം സോൾമേറ്റ് ലൈഫ് യൂണിയൻ ആണ്. അത് ദൈവത്താൽ വിധിക്കപ്പെട്ട എന്നൊക്കെ പറയും പോലെയുള്ള ഒരു ബന്ധമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് എനിക്ക് പീപ്പിളിന് കാണുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഫസ്റ്റ് കിട്ടിയ എനിക്ക് എനർജി പ്രകാരം ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയി, ബട്ട് നിങ്ങളിപ്പോഴും ആ വ്യക്തിനെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ വിട്ടുപോയിട്ടും നിങ്ങൾ വീണ്ടും അതൊരു ആഗ്രഹം പോലെ വയ്ക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളുടെ ദൈവം, നമ്മൾ നല്ലൊരു ഈശ്വര വിശ്വാസിയൊക്കെ തീർച്ചയായും നിങ്ങൾ നല്ല ഡിവൈൻ എനർജിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ നെഗറ്റിവിറ്റിയിൽ നിന്ന്
ദൈവം തീർച്ചയായും മാറ്റുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മനുഷ്യരെ, സാഹചര്യങ്ങളെ ഒന്നും അങ്ങനെയുള്ളവർക്കൊന്നും നമ്മളുടെ ലൈഫിൽ സ്ഥാനം ദൈവം കൊടുക്കില്ല. അങ്ങനെയുള്ളവരൊക്കെ വിട്ടുപോകും. മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഒരു ഹീലിംഗ് ജേണി നടക്കുന്നതായും എനിക്ക് ഇവിടെ എനർജി കിട്ടുന്നുണ്ട്. ഇങ്ങനെ 2 തരം എനർജികളാണ് എനിക്ക് ഇന്നത്തെ ഈ ജനറൽ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും തീർച്ചയായും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ, നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി യൂണിവേഴ്സ് ആയാലും, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏത് മതത്തിൽപ്പെട്ട ദൈവങ്ങളായാലും നന്നായി വിശ്വസിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഓക്കെ.